കർത്താവ് നിങ്ങളോട് കൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അങ്ങേക്ക് മഹത്വം. അധ്യായം 15, 12 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥവത്തായിട്ട് ജീവിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളാണ് ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുക. അപ്പം അതെല്ലാം ഗൗരവപൂർവ്വം ജീവിതത്തിലേക്ക് എടുത്ത് നമുക്ക് അത് പ്രാവർത്തികമാക്കി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം. ഇന്നത്തെ ആത്മീയ ഭോജ്യത്തിലാണെങ്കിലും ഞാൻ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം അതാണ്. കൊന്തയും കുരിശും ഉപയോഗിക്കുന്നവർ ക്രിസ്ത്യാനി ആകണമെന്നുണ്ടോ? ആകണമെന്നില്ല. കാരണം വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. അതിനകത്ത് ഞാനൊരു മരത്തിൻ്റെ പണം കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് പച്ചപ്പ, മറ്റേ സൈഡ് ഉണങ്ങി നിൽക്കുക. യാക്കോസ്ലീയ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. നമുക്ക് വിശ്വാസം വേണം, പള്ളിപ്പോക്ക് വേണം, നമുക്ക് പ്രാർത്ഥനയുണ്ടാകണം, ഇതെല്ലാം ശരിയാണ്. പക്ഷേ അതോടൊപ്പം ഒരു പൂർണ്ണത കൈവരിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. പരസ്പരം സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അത് വ്യാജമെന്നാണ് ശരിക്കും ബൈബിളിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടും നമുക്ക് നല്ല ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാം. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു, ചിലർക്ക് തെറ്റായ ചില പഠനങ്ങൾ. എന്നോട് ആൾക്കാർ വന്ന് ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, കൊച്ചിൻ്റെ അരയെ കിടക്കുന്ന അരഞ്ഞാണം അതുവല്ലോ സാത്താൻ്റെ ചങ്ങലയായിട്ട് മാറുമോ? കുത്തുവിളക്ക് വീട്ടിലിരുന്നാൽ അതുവല്ലോ നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്ത വലിയ ഒരു പ്രശ്നത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്ന കാര്യമായിട്ട് മാറുമോ? ഇതാര് പറഞ്ഞു? ആ ചിലരങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇപ്പം എനിക്ക് കൺഫ്യൂഷനാണ്. ഇനി അവരോട് തന്നെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ അഭിപ്രായം പറഞ്ഞു. നമുക്കത് സ്വീകാര്യമല്ലാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ അതേക്കുറിച്ച് ഒരുപാട് ചിന്തിക്കരുത്. നമുക്കൊരു ശരിയായ പഠനം കിട്ടിയിട്ടുണ്ടോ? അതുമായിട്ട് ചേർന്ന് പോകാത്ത ഏത് ഒരഭിപ്രായം ആരിൽ നിന്ന് വന്നാലും അത് അവരുടെ അഭിപ്രായമായിട്ട് നമ്മൾ കണ്ടാൽ മതി. വേറെ ചിലർക്ക് വലിയ പേടിയാണ്, ആരോ എന്തോ മന്ത്രവാദം ചെയ്ത് ഊടോത്രം ചെയ്ത് അങ്ങനെയുള്ള ചില സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അങ്ങാണ്ടിരിപ്പുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അസ്വസ്ഥപ്പെടുന്നവരെ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്നത് എന്താ? നിങ്ങൾ യേശുക്രിസ്തുവിനുള്ളവരാണെങ്കിൽ സാത്താന് നിങ്ങളെ തൊടാൻ പോലും പറ്റില്ല. നിങ്ങൾ വിശ്വാസം ജീവിക്കുന്നവരാണെങ്കിൽ ആരെല്ലാം നിങ്ങൾക്കെതിരെ വിശ്വാസത്തിന് നിരക്കാത്ത പ്രവൃത്തി ചെയ്താലും നിങ്ങൾക്ക് ടേക്കില്ല. ഇതാണ് കർത്താവിൻ്റെ വചനം. മനുഷ്യരുടെ അഭിപ്രായത്തെക്കാൾ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ് അത് നമ്മൾ പഠിക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇനി ഇതിനേക്കാളൊക്കെ ഗൗരവമുള്ളൊരു കാര്യം ഒരു മനുഷ്യൻ പറഞ്ഞാണ്, ഞാൻ ബൈക്ക് യാത്രയ്ക്ക് ഒരുപാട് നടത്തുന്നതാണ്. ആരോ പറഞ്ഞു എനിക്ക് ഈ അപകടം വരാൻ സാധ്യതയുണ്ട്, അത് ആ അപകടം ഒഴിവാക്കാൻ വേണ്ടി അവരൊരു ₹1 കോയിൻ ഓതി തന്നു. നിങ്ങൾക്ക് മനസ്സിലാവും, ഓതി. ഇതിപ്പോൾ ഞാൻ പേഴ്സി വെച്ചോണ്ടാണ്
ഞാൻ എപ്പോഴും യാത്ര ചെയ്യാറുള്ളത്. നിങ്ങളെ കുത്തുവിളക്കും അതുപോലെ അരഞ്ഞാണ് ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സാത്താന് പ്രവേശന കവാടമായിട്ട് മാറുക. സത്യവിശ്വാസത്തെക്കാൾ എൻ്റെ കർത്താവ് എന്നെ സംരക്ഷിക്കും എന്നതിനേക്കാൾ എൻ്റെ 1 രൂപ കോയിൻ അത് അവർ ഓതി തന്നതുകൊണ്ട് അതെന്നെ സംരക്ഷിക്കും എന്ന് ചിന്തിക്കുന്നത്, അതാണ് വിശ്വാസത്യാഗം. അതാണ് ശരിക്കും പറഞ്ഞെന്നാൽ വേശ്യാവൃത്തി. അങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങളാണ് ഈ അന്യദൈവ ആരാധനയ്ക്കും അന്ധവിശ്വാസങ്ങൾക്കുമൊക്കെ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പദങ്ങൾ. നമുക്ക് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറാൻ പറ്റണം. ഇന്നത്തെ വായനകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ക്രിസ്ത്യാനി ആണെങ്കിൽ, ശരിക്കും ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് മസ്റ്റാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, സ്നേഹം ലക്ഷ്യമാക്കണം. നമുക്കിങ്ങനെ ഒരു ലക്ഷ്യമില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം ജീവിച്ചാൽ അത് വലിയൊരു ഭാരമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടേക്കാം. എത്തേണ്ടടുത്ത് നമ്മൾ എത്തണമെന്നില്ല. 1 കൊരിന്ത്യർ 14 അധ്യായത്തിൻ്റെ ആദ്യ വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. രണ്ടാമതൊരു കാര്യം, യഥാർത്ഥ ക്രിസ്ത്യാനിയാകാൻ നമ്മൾ ചെയ്യേണ്ടത് സ്നേഹം അത് നമ്മുടെ നിയമമാക്കി മാറ്റണം. നിങ്ങൾ വേറെ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും, ഒരുപാട് ചാരിറ്റിയും അല്ലെങ്കിൽ കഠിനാധ്വാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ സ്നേഹിക്കുകയില്ല. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സ്നേഹം വരേണ്ടത് നമ്മുടെ കൂടെ നിൽക്കുന്ന അല്ലെ ജീവിക്കുന്ന വ്യക്തികളോടാണ്. ഒരാൾ വേണമെങ്കിൽ ഒരുപാട് വളരെ മധുരമായിട്ട് സംസാരിക്കും മറ്റു വ്യക്തികളോട്, വീട്ടിലുള്ളവരോട് കമാന്നൊരക്ഷരം മിണ്ടിയല്ല. അതെന്നാ സ്നേഹമാണ്? ആദ്യം നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലുള്ളവരോട്. ലൂക്കായുടെ സുവിശേഷം 10 അധ്യായം 25 മുതൽ വായിച്ചാൽ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നീ സ്നേഹം ജീവിക്കാതെ നീ എത്ര ബലിയർപ്പിച്ചാലും നീ എത്ര നിയമം പാലിച്ചാലും കാര്യമില്ല. അതാണ് പ്രീശനും ലേവായനും ഒക്കെ സംഭവിച്ച കാര്യം. ഒരു സമറിയാക്കാരനാണ് സ്നേഹം ജീവിച്ചത്. അവനെ കണ്ടുപിടിക്കാനാണ് കർത്താവ് തന്നെ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് സ്നേഹം ജീവിക്കാത്തവർ ക്രിസ്ത്യാനിയാകില്ല. അതാ യോഹന്നാൻ 13 അധ്യായം അതിൻ്റെ കാതലായ സന്ദേശം അതാണ്, നിങ്ങൾ സ്നേഹിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളായി മാറുന്നത് എന്ന് വചനം കൃത്യതയോടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതൊരു കാര്യമുണ്ട്, സ്നേഹം ശീലമാക്കണം. ചിലരുടെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അവർ പറഞ്ഞ്, ഞാൻ പണ്ടൊക്കെ ജീവിത പങ്കാളിയാണേലും മക്കളെ ആണേലും സഹോദരങ്ങളെ ആണേലും ഒക്കെ സ്നേഹിക്കുമായിരുന്നു, കരുതുമായിരുന്നു. ഇപ്പം അത് നിർത്തി. കാരണം അതുപോലത്തെ പ്രതികരണമാണ് എനിക്ക് കിട്ടിയത്. അപ്പം അതുകൊണ്ട് അതൊക്കെ നിർത്തി. ഇപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാം. ജെറമിയ 31:3 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? കർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അനന്തമാണ്. അനന്തം, വിശ്വസ്തത അചഞ്ചലവും, ഒരിക്കലും തീരാത്ത, ഒരിക്കലും നിലയ്ക്കാത്ത ഒരു സ്നേഹം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്നേഹം ശീലമാക്കണം. നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും എല്ലാ വ്യാപാരങ്ങളിലും നമ്മളെ നയിക്കുന്നത് സ്നേഹമായിരിക്കണം. നാം രൂപപ്പെടേണ്ടത് ആ സ്നേഹത്തിലാണ്. നാലാമതൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും, അതാണ് സ്നേഹം നമുക്ക് കവചമായി മാറണം. ഈ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ സുരക്ഷിതരായിരിക്കും. സങ്കീർത്തനം എടുത്താൽ മതി, 32 10 വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. വചനം വിശ്വസിച്ചാലോ വചനം നമുക്ക് കവചമായി മാറും. സുഭാഷിതങ്ങൾ 30 അധ്യായത്തിൻ്റെ 5 വചനം, വചനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്ന, വിശ്വാസം അർപ്പിക്കുന്ന വ്യക്തികൾക്ക് വചനം കവചമായി മാറും. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് തന്നെ അതിൻ്റേതായ തെളിച്ചമുണ്ടാവും. ഇതെല്ലാം സാധ്യമാക്കുന്ന അല്ലെങ്കിൽ സാധ്യമാകുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു കാര്യമാണ് 5 കാര്യം, സഹനം മധുരമാക്കാൻ ഓരോ ക്രിസ്ത്യാനിക്കും പറ്റണം. നമ്മൾ ശരിക്കും ബാക്കി 4 കാര്യങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സഹനം മധുരമായിട്ട് മാറും. അപ്പോസ്തലന്മാർ ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ട ഒരു കാര്യമാണ്, യേശുവിന് വേണ്ടി അവൻ്റെ നാമത്തെ പ്രതി
ജീവൻ പണയം വെക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന വ്യക്തികൾ. അത് ചെറിയ കാര്യം വല്ലതും ആണോ? നമുക്ക് ചെറിയൊരു ത്യാഗമെടുക്കാൻ പോലും നമ്മൾ വിമുഖത കാണിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിച്ച, ദൈവത്തെ അടുത്തറിഞ്ഞ വ്യക്തികളുടെ സ്വഭാവം വെളിപ്പെടുത്തുകയാണ്. മരിക്കണോ കർത്താവിന് വേണ്ടി? മരിക്കാൻ ഞാൻ റെഡി. അതൊക്കെയാണ് ശരിക്കുള്ള സ്നേഹം, കഴമ്പുള്ള സ്നേഹം, വളർന്ന സ്നേഹം എന്നുള്ളത് നാം തിരിച്ചറിയണം. ജിയാന ബറേട്ട ഈ വിശുദ്ധ സൂചിപ്പിച്ചൊരു കാര്യം, സ്നേഹത്തിനും സഹനത്തിനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവർ നിശബ്ദതയിൽ സന്തോഷത്തോടെ സഹിക്കുന്നവരായിരിക്കും. സഹനങ്ങൾ എടുക്കാൻ സന്മനസ്സുള്ള വ്യക്തികൾ സ്നേഹത്തിൽ ഉത്തരോത്തരം വളരും. ഈ ഒരു പ്രക്രിയ നമ്മുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. ആ ഒരു ബോധ്യത്തോടെ ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ഈ ഒരു സന്ദേശം ജീവിച്ച് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ച് സ്വർഗത്തിലെത്തുവാൻ നമുക്ക് കൃപ നൽകണമെന്ന് ദൈവത്തോട് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.